Good morning everyone. ഇന്ന് നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഫീച്ചർ സെലക്ഷൻ മെഷേഴ്സ് എന്നുള്ളതാണ് കണ്ടത്. ഓക്കെ, സോ വി ഹാഡ് ലേൺഡ് ഇൻഫർമേഷൻ ഗെയിൻ, സ്പ്ലിറ്റ് റേഷ്യോ ആൻഡ് ഗെയിൻ റേഷ്യോ. സോറി, ജിനി ഇൻഡെക്സ് ആൻഡ് ഗെയിൻ റേഷ്യോ. സ്പ്ലിറ്റ് റേഷ്യോ നമ്മൾ ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ്. Okay, now നമ്മുടെ സിലബസിൽ പറയുന്നത് ID3 അൽഗോരിതം ആണ്. ഇൻ ID3 അൽഗോരിതം ഈ ഓരോ മെഷേഴ്സും, ഓക്കെ, ഇൻഫർമേഷൻ ഗെയിനും ജിനി ഇൻഡെക്സും ഗെയിൻ റേഷ്യോയും ഡിഫറെന്റ് ഡിസിഷൻ ട്രീ അൽഗോരിതംസ് ഡിസിഷൻ ട്രീ അൽഗോരിതംസിന് യൂസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഡിസിഷൻ ട്രീസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെഷേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിൽ ID3 അൽഗോരിതം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ഗെയിൻ ആണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ ആൻഡ് ദാറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് ഈസിയസ്റ്റ് വൺ ദാറ്റ് വി ആർ യൂസിങ്. മറ്റ് കേസസിൽ നമ്മൾ ഈ ഇൻഫർമേഷൻ ഗെയിൻ യൂസ് ചെയ്യുന്നതിന് പകരം ഗെയിൻ റേഷ്യോ ജിനി ഇൻഡെക്സോ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ there are some advantages. എല്ലാത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. Since our syllabus is only talking about ID3, I am going to be discussing only ID3. Okay, ഈ അടുത്ത സെമസ്റ്ററിൽ നമ്മൾ ഡേറ്റ മൈനിങ് പഠിക്കുമ്പോൾ ഈ 3 ഡിഫറെന്റ് മെഷേഴ്സും യൂസ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് പഠിപ്പിക്കും. അന്നേരം പ്ലീസ് റിമെമ്പർ, ഐ വിൽ നോട്ട് ബി ടീച്ചിങ് യു ഓൾ ദീസ് ഡീറ്റെയിൽസ് അഗെയിൻ. ഓക്കെ, അന്നേരം ഞാൻ ഇന്ന മെഷേഴ്സ് ഇന്ന അൽഗോരിതങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് മാത്രമേ പറയത്തുള്ളൂ. ഓൾ ദീസ് തിങ്സ് വിൽ നോട്ട് ബി റിപ്പീറ്റഡ് അഗെയിൻ. ഓക്കെ, നൗ വാട്ട് is the ID3 algorithm. General ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ആദ്യം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. This I have repeated in the last class and in the previous class. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു ഡേറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ഏതാണ്, ആ ക്ലാസ്സുകളെ തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ നോക്കുന്നത്. So if there are 4 features, we will find the information gain of all the 4 features and whichever has got the highest information gain, അതിനെ ആയിരിക്കും നമ്മൾ റൂട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. Okay, so initially we have the whole data set. ആ whole data set ചെയ്യുന്ന ബെസ്റ്റ് ഫീച്ചർ നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിനെ റൂട്ട് ആയിട്ട് സെറ്റ് ചെയ്യും. Okay, once we have found the best feature, ഏറ്റവും ഹയസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ ഉള്ള ഫീച്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗിവ്സ് ബർത്ത് ആയിരുന്നു ബെസ്റ്റ് ഫീച്ചർ. സോ ദാറ്റ് വുഡ് ബി ദ റൂട്ട്. ഓക്കെ, ഗിവ്സ് ബർത്തിന്റെ അകത്ത് there were 2 values. Okay, yes or no. So ആ റൂട്ടിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് will be one yes branch will be there and one no branch will be there. Okay, so നമ്മൾ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ടേബിളിനെ, ആ ഹോൾ ടേബിളിനെ റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഡിവൈഡ് ചെയ്യുന്നത് എത്ര വാല്യൂസ് ഉണ്ടോ റൂട്ട് ആട്രിബ്യൂട്ടിന് അത്രയും ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആൻഡ് ദ ടേബിൾ ഈസ് ഡിവൈഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് ബ്രാഞ്ച് ഹാസ് ഓൺലി ഗോട്ട് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഫോർ ദ റൂട്ട് ആട്രിബ്യൂട്ട്. Okay, now റൂട്ടിനെ കുറിച്ച് ഞാൻ പറയുന്ന കാരണം ഞാൻ റൂട്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. വൺസ് വി ലീവ് ദ റൂട്ട് ആട്രിബ്യൂട്ട്, ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ബട്ട് നൗ ഇറ്റ്സ് നോ ലോങ്ങർ റൂട്ട്, വി ആർ ലുക്കിംഗ് അറ്റ് ദി ഇന്റർമീഡിയറ്റ് നോഡ്സ്. ഓക്കെ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ടിൽ വി ഹാവ് ഗോട്ട് എ പ്യുവർ സെറ്റ്. പ്യുവർ സെറ്റ് എന്തോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടേബിളിൽ ഒരു ക്ലാസ്സേ ഉള്ളെങ്കിൽ അത് ആ പ്യുവർ ക്ലാസ്. ഓക്കെ, ആ സെറ്റ് ഒരു പ്യുവർ സെറ്റ് ആണ്, ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരുന്നിടം വരെ നമ്മൾ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ്, ഇനി നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഇല്ല ഡിവൈഡ് ചെയ്യാനായിട്ട്, എംപ്റ്റി ആയിപ്പോയി, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സപ്പോസിങ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഇനി കൂടുതൽ ഫീച്ചേഴ്സ് ഇല്ല, പക്ഷെ നമ്മുടെ സെറ്റ് പ്യുവർ സെറ്റ് അല്ല എന്ന് വിചാരിക്കാം. അപ്പം വളരെ സിമ്പിൾ ആണ് ചെയ്യുന്നത്. നമ്മൾ ആ പ്യുവർ സെറ്റ് അല്ലാത്ത ടേബിളിൽ എത്ര എലമെന്റ്സ് ഓരോ ക്ലാസ്സിന് ബിലോങ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കും. അപ്പൊ 5 ഇൻസ്റ്റൻസസ് ഉണ്ട്. 5 ഇൻസ്റ്റൻസസിലെ 4 ഇൻസ്റ്റൻസസും ഒരു ക്ലാസ്സിലേക്കും
ഒരു ഇൻസ്റ്റൻസ് മാത്രം മറ്റേ ക്ലാസ്സിലേക്കും ആണെന്നുണ്ടെങ്കിൽ ഈ 4 ഇൻസ്റ്റൻസിന്റെ ക്ലാസ് ആണ് നമ്മൾ ലീഫ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പോകുന്നത്. Okay, the problem will occur only if there is one class which is class 1 and one class which is class 2. ആ കേസിൽ the expert has to make a decision. Okay, now let's look at the outline. Place the best feature or attribute of the data set at the root of the tree. ഇത് കണ്ടുപിടിക്കുന്നത് information gain use ചെയ്ത് highest information gain ഉള്ള attribute ആണ് best feature. Okay, split the training set into subsets. Subsets should be made in such a way that each subset contain data with the same value for the feature. Best feature ന്റെ സെയിം വാല്യൂ ഉള്ളതായിരിക്കും. ദാറ്റ് മീൻസ് യെസ് എല്ലാം ഒരു ടേബിളും നോ എല്ലാം ഒരു ടേബിളും നമ്മൾ ഗിവ്സ് ബർത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ. ഓക്കെ, സോ ഒരു വാല്യൂ മാത്രമുള്ള രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 തന്നെ ഓരോ സബ്സെറ്റ്സിലും വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുക till we find leaf nodes in all the branches of the tree. Okay, ഇതാണ് നമ്മുടെ ജനറൽ ഔട്ട്ലൈൻ. ഈ അൽഗോരിതം ആണ് നമ്മളിപ്പോൾ ഏത് ഡിസിഷൻ ട്രീ അൽഗോരിതത്തിലാണെങ്കിലും ബേസിക് അൽഗോരിതം ഇതാണ്. ഇറ്റ് ഡിഫേഴ്സ് ഇൻ ഹൗ ടു സെലക്ട് ദ ബെസ്റ്റ് ഫീച്ചർ. ഓക്കെ, ID3 അൽഗോരിതം നമ്മുടെ സിലബസിൽ ID3 അൽഗോരിതം ആണ്. ഇറ്റ് ഇസ് iterative dichotomizer 3 developed by Ross Quinlan in 1975. Okay, and the assumptions in ID3 are that the algorithm uses information gain to select the most useful attribute for the classification, and that the number of classes in the data set is 2. There are positive samples and negative samples. Okay, so ID3 algorithm works best with 2 class problems. Now എക്സാമിനേഷന് പലപ്പോഴും അൽഗോരിതം എഴുതുക അല്ലെങ്കിൽ സ്യൂഡോ കോഡ് എഴുതുക എന്ന് ക്വസ്റ്റ്യൻസിൽ കാണാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിമെമ്പർ യു ഹാവ് ടു സേ നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നൊട്ടേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ അൽഗോരിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇറ്റ് ഇസ് നോട്ട് നെസസറി ദറ്റ് യു ഹാവ് ടു റൈറ്റ് എൻ അൽഗോരിതം. യു ക്യാൻ റൈറ്റ് സ്യൂഡോ കോഡ്. അപ്പൊ ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് ഇതും സ്യൂഡോ കോഡ് ആണ്, സ്റ്റെപ്സ് വൈസ് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അൽഗോരിതം whichever you are comfortable with, ആ രീതിയിൽ യു ക്യാൻ റൈറ്റ് ദി അൽഗോരിതം. ഓക്കെ, നൊട്ടേഷൻസ്. എസ് is the total set of examples എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ സെറ്റ്, ഹോൾ ഡേറ്റ സെറ്റ് ആണ് എസ്. C is the set of class labels. അപ്പോൾ ഈ particular കേസിൽ ഓർത്തോണം, we are assuming that the class labels are either positive or negative. F is the set of features. A is an arbitrary feature. ഈ A ആണ് നമ്മൾ ഓരോ പ്രാവശ്യം അൽഗോരിതത്തിൽ ബെസ്റ്റ് ഫീച്ചർ ആണ് എന്ന് അസ്യൂം ചെയ്യുന്നത്. വാല്യൂ ഓഫ് A is the set of values of the feature. അപ്പൊ A എന്ന് പറയുന്ന ഫീച്ചറിൽ ഉള്ള ഡിഫറെന്റ് വാല്യൂസിനെയാണ് വാല്യൂസ് A എന്ന് പറയുന്നത് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. സ്മോൾ v is one arbitrary value of A. So gives birth yes എന്ന് പറയുന്ന ഒരു arbitrary value ആണ് v1 and no is v2. Okay, SV is the set of examples with A is equal to V. So SV എന്ന് പറയുന്നത് would be S of yes for gives birth is equal to yes and S of no for gives birth is equal to no. Okay, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഒന്നുകൂടെ എടുത്തു നോക്കുക. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കാണിച്ചു തന്നതാണ്. ഓക്കെ, ആൻഡ് ദ റൂട്ട് നോഡ് of the tree is designated as root. Algorithmന്റെ നൊട്ടേഷൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നത്. Now let's look at the algorithm. Algorithm ID3 ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് the total data set S, F the list of features and C the list of classes. Okay, first step is create a root node for the tree. അപ്പോൾ റൂട്ട് നോഡ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യാണ് റൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. Okay, and then we are going to use the S data set to do the rest of the things. The first thing that we are going to do is a pure set ആണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. Okay, so if all examples in S are positive, then return a single node tree root with label plus. Okay, എല്ലാ സാമ്പിൾസും പോസിറ്റീവ് സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മൾ എത്ര ട്രീ ചെയ്താലും എല്ലാം പോസിറ്റീവ് ആയിട്ടേ വരത്തുള്ളൂ. So you have a single root node with positive label.
If all samples are negative, then we have a single root node with negative samples. അത് റിട്ടേൺ ചെയ്യാം. ഇനി ഈ പ്യൂർ സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺ മോർ ചെക്കിംഗ്, ആ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഫീച്ചേഴ്സ് 1 by 1 യൂസ് ചെയ്തിട്ട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാതായി വരുമ്പോഴും നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇഫ് ദ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇസ് 0, സോ പ്യൂർ സെറ്റ് അല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫീച്ചേഴ്സ് തീർന്നു പോയോ. ഇഫ് ദ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇസ് 0, then again return a single node tree root with label equal to the most common class label. ഓക്കെ, ഫീച്ചേഴ്സ് ഒന്നുമില്ല, അതിൻ്റെ അത് സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ലേബിളിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് ലേബിൾസ് ഏത് ക്ലാസ്സിലേക്കാണോ ഉള്ളത് ആ ലീഫ് നോഡ് അങ്ങ് ആ ലീഫ് നോഡ് ആക്കിയേക്കാം. ഓക്കെ, ഇനി ഇതൊന്നും അല്ല കേസ്, വി ഹാവ് ഗോട്ട് ഫീച്ചേഴ്സ്, ഇറ്റ് ഇസ് നോട്ട് എ പ്യൂർ സെറ്റ്, ഇതൊന്നും അല്ലാത്ത കേസസിലാണ് നമ്മൾ ഇനി 1 by 1 ചെയ്യാനായിട്ട് പോകുന്നത്. എൽസ് ഈ 3 കേസും അല്ലാത്ത കേസിൽ ലെറ്റ് എ ബി ദ ഫീച്ചർ ഇൻ എഫ് വിത്ത് ദ ഹയസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 11 എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സെന്റൻസ് എഴുതിയപ്പോൾ ശരിക്കും തീർന്നു, കാര്യം കഴിഞ്ഞു. പക്ഷെ ചെയ്യുമ്പം നമ്മൾ ഈ ഓരോ ആട്രിബ്യൂട്ടിനെ 1 by 1 എടുത്ത് അതിന്റെ ഇൻഫർമേഷൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി ഹോൾ സെറ്റിന്റെ വേണം, എൻട്രോപ്പി സിംഗിൾ സെറ്റിന്റെ ഓരോ ആട്രിബ്യൂട്ട്സിന്റെ വേണം. എന്നിട്ടാണ് നമ്മൾ ഓരോ ആട്രിബ്യൂട്ടിന്റെ ഇൻഫർമേഷൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ പ്രോസസ്. ഓക്കെ, സോ ഇതിന്റെ അത് എല്ലാ സ്റ്റെപ്പും പറഞ്ഞിട്ടില്ല. ദേ സെയിങ് ഫൈൻഡ് ദ ഹയസ്റ്റ് ആട്രിബ്യൂട്ട് വിത്ത് ഹയസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ. Okay, so this would be a subprogram to find the highest information gain of the attribute with highest information gain. ഇനി അത് കണ്ടുപിടിച്ചു, highest attribute ഉള്ള information gain നമ്മൾ കണ്ടുപിടിച്ചു എങ്കിൽ then we assign that attribute as the root node in the decision tree. Okay, so നമുക്ക് root node കിട്ടി. Next step is for all the values v of this attribute, the highest information gain or attribute, do add a new tree branch below the root corresponding to v. Appo etra distinct values a inundo athrayum root branches ee root node inde below nammal create cheyyam. Adutha step aanu if s of v, appo oro ബ്രാഞ്ചിന്റെ വാല്യൂവിനനുസരിച്ച് നമ്മൾ ആ ടോട്ടൽ എസിനെ ഡിവൈഡ് ചെയ്തു. ഈ ഒരു ബ്രാഞ്ച് എം ടി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അതിന്റെ അടിയിൽ ലീഫ് നോഡ് വിത്ത് ലേബൽ ഈക്വൽ ടു ദ മോസ്റ്റ് കോമൺ ക്ലാസ് ലേബൽ ഇസ് സെറ്റ് ആസ് എസ്. ഓക്കെ, സോ ഇഫ് എസ് ഓഫ് വി ഇസ് എം ടി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിയിൽ പിന്നെ വി ഡു നോട്ട് ഹാവ് any features or any instances. അപ്പൊ അവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണോ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്ലാസ് ലേബൽ ആ പർട്ടിക്കുലർ എസ് ക്യാപിറ്റൽ എസിൽ ഉള്ളത്, ദാറ്റ് ഇസ് പ്രീവിയസ് ടേബിളിലുള്ളത്, അതിനെ നമുക്ക് ഇവിടെ ലീഫായിട്ട് അസൈൻ ചെയ്യാം. അത് നോർമലി ആ കേസ് ആയിരിക്കത്തില്ല, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ വി നോ ദർ ആർ സം വാല്യൂസ്, അതുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ കേസ് അല്ല, എം ടി അല്ലാത്ത കേസ് ആണെങ്കിൽ ബിലോ ദിസ് ബ്രാഞ്ച്, ആ ബ്രാഞ്ചിന്റെ അടിയിൽ വി ഹാവ് ഗോട്ട് എ ന്യൂ സബ്സെറ്റ്, ഡേറ്റ സെറ്റിന്റെ ഒരു പുതിയ സബ്സെറ്റ് ഉണ്ട്. ഓക്കെ, സോ ആ സബ്സെറ്റില് വീണ്ടും ID3 അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യുക. സോ വാട്ട് വി ആർ ആക്ച്വലി സേയിങ് ഇസ് ദാറ്റ് ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ഹയസ്റ്റ് ആണെന്ന് കണ്ടെത്തി, അതിനെ നമ്മൾ അതിന്റെ വേരിയബിൾസിന്റെ വാല്യൂസ് അനുസരിച്ച് നമ്മൾ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്തു. ഈ ബ്രാഞ്ചസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇനീഷ്യൽ ടേബിളിനെ നമ്മൾ സ്മോളർ ടേബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഇനി ഈ സ്മോൾ ടേബിളിനെ ടേബിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് വീണ്ടും ID3 അൽഗോരിതം അതിൽ അപ്ലൈ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിത്തൗട്ട് ദി പ്രീവിയസ് ആട്രിബ്യൂട്ട്. ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ആട്രിബ്യൂട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ID3 അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് സേസ് below this branch add the subtree formed by applying the same algorithm ID3 with the values ID3, SV, which is e particular subset of the data set, the classes, and F, the feature set minus the attribute which was used as the root tree or the parent tree. കാരണം താഴോട്ട് പോകുമ്പോൾ പിന്നെ റൂട്ട് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, സോ അത് വെച്ചിട്ട് വീണ്ടും ID3 അപ്ലൈ ചെയ്യാം.
ആൻഡ് ID3 ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ സെറ്റാണ്, വീണ്ടും മുകളിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും പ്യുവർ സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും, ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, അങ്ങനെ അങ്ങനെ പോയിട്ടാണ് വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ repetitive ആയിട്ട് iterative ആയിട്ട് റൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും we will get the decision tree. Okay, now let's look at an example. Okay, we need നേരത്തെ നമ്മൾ നോക്കിയത് was not a 2-class problem. This is a 2-class problem. So we are looking at എന്താണ് ഫസ്റ്റ് ആദ്യം തീരുമാനിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് S, the data set. അത് ഈ ഡേറ്റ സെറ്റ് ആണ്. Okay, so we have S. What are the features? F, list. Outlook, temperature, humidity and wind. Outlook, temperature, humidity and wind. Day എന്ന് പറയുന്നത് ഒരു ഫീച്ചർ അല്ല, it is simply a serial number. അതിന് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ഗെയിൻ ചെയ്യാനില്ല. Okay, so time series data set ആണെന്നുണ്ടെങ്കിൽ we will need to use time information also. Here this is not time series, so we are not using that, but we don't need that particular data. So the features are outlook, temperature, humidity and wind. So class ഏതാ നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടിരുന്നത് എസും എഫും സിയും ആണ്. ക്ലാസ് is plate NS. Okay, there are only two values, yes and no. Okay, so let's start. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് റൂട്ട് നോഡ്. ഓക്കെ, സോ ഇപ്പം റൂട്ട് നോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചർ സെറ്റിലുള്ള എല്ലാ വാല്യൂസും ആ കാൻഡിഡേറ്റ്സ് ഫോർ ദ റൂട്ട്. സിംപ്ലി നമ്മളൊരു പോയിന്റർ അവിടെ ക്രിയേറ്റ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് we have not yet decided what the root is. അവിടെ നിൽക്കട്ടെ. Now step 2, all examples in the root are not of the same class. അല്ലേ, ഫസ്റ്റ് ഈ ഹോൾ തിങ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് പ്യുവർ ക്ലാസ് അല്ല. പ്യുവർ ക്ലാസ് അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് യെസ്സും ഉണ്ട് നോയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് സീറോയും അല്ല. സോ ദാറ്റ് മീൻസ് നേരെ where we have landed in the else part of the third if. Okay, so ഇവിടെ ഈ ifും ട്രൂ അല്ല, all positives അല്ല, all negatives അല്ല, features സീറോയും അല്ല. So we are in the else part of the third if. So now we have to find the feature with the highest information gain. Okay, അതിന് information gain എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറയാൻ പോകുന്നില്ല. We have already done it in the last class. You can check and do it. Okay, so first whole സെറ്റിന്റെ എൻട്രോപ്പി കണ്ടുപിടിച്ചു. -p log p ആണ് നമ്മുടെ ഹോൾ സെറ്റ്. സോ -p log p എന്ന് പറയുമ്പോൾ യെസിന്റെയും നോയിന്റെയും നമ്മൾ കണ്ടുപിടിക്കണം. സോ there are 9 yeses and 5 nos. So this is our entropy of the whole set. അത് കഴിഞ്ഞിട്ട് ഓരോ ആട്രിബ്യൂട്ടിന്റെ നമ്മൾ കണ്ടുപിടിക്കും. സോ ഔട്ട്ലുക്ക് ആട്രിബ്യൂട്ടിന്റെ ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഔട്ട്ലുക്കിന്റെ അകത്ത് there is a sunny variable, an overcast variable and a rain variable. Okay, so ഓരോന്നിന്റെ എൻട്രോപ്പീസ് s of sunny യുടെ വേരിയബിൾ കണ്ടുപിടിക്കണം. So in the case of sunny you have 1 2 3 4 5 sunny, 1 2 3 4 overcast and 1 2 3 4 5 rain. Okay, അതിന്ന് സണ്ണിയിൽ എത്ര യെസ് ഉണ്ടെന്നും എത്ര നോ ഉണ്ടെന്നും ആണ് നമ്മൾ നോക്കേണ്ടത്. So there are 2 yeses and 3 no's in sunny. Okay, so -3/5 log 3/5 2, -2/5 log 2/5 2. So this is of no and this is of yes. So entropy of sunny കണ്ടുപിടിച്ചു. അതേപോലെ entropy of overcast കണ്ടുപിടിക്കുക, entropy of rain കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ വാല്യൂസ് യൂസ് ചെയ്ത് all these entropy values യൂസ് ചെയ്ത് gain കണ്ടുപിടിക്കുക. Okay, with respect to the attribute outlook. So entropy of the total set minus entropy of each branch of the set. Okay, so we have ratio of the entropy ആണ് ഈ ഓരോ വാല്യൂസിന്റെ. we have 0.2469. ഇതേപോലെ തന്നെ ഔട്ട്ലുക്കിന്റെ മാത്രമല്ല നമ്മൾ ടെമ്പറേച്ചറിന്റെയും കണ്ടുപിടിക്കണം. that is 0.0293, humidity was 0.151 and wind was 0.048. okay, so ഇതിന് ഏറ്റവും ഹയസ്റ്റ് എൻട്രോപ്പി ഇൻഫർമേഷൻ ഗെയിൻ ഏതിനാ ഉള്ളത്? മാക്സിമം ഉള്ളത് ആദ്യത്തെ ഔട്ട്ലുക്കിനാണ്. So we have fixed our root is outlook
And root in the values are sunny, overcast, and rain. So we have got 3 branches: sunny, overcast, and rain. Okay. So now the full table is going to get divided into 3 partitions with respect to sunny, overcast, and rain. So ആദ്യം നമ്മൾ left side branch ആദ്യം എടുക്കുകയാണെങ്കിൽ sunny മാത്രം നമ്മൾ എടുത്തു. Okay. Ini we have to once again run the ID3 algorithm, leaving out the outlook feature. Okay. So we have to find the entropy of this particular set, and then entropy of temperature with this particular set, humidity and wind, and again aditha set nammal kandupidikka. So gain of S1 with respect to temperature, നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് വീണ്ടും നമ്മൾ ഇതിനു വേണ്ടി ചെയ്യണം. ഈ പുതിയ ഡേറ്റാ സെറ്റിന് വേണ്ടി we get 0.5709. For humidity we get 0.9709, and for wind we get 0.0110. So ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഹ്യൂമിഡിറ്റിക്കാണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ഇത് 0.5 ആണ്, ഇത് 0.9 ആണ്, ഇത് 0.01 ആണ്. So this is the highest value. So next split will be humidity. So ആദ്യം ഔട്ട്ലുക്കിന് സ്പ്ലിറ്റ് ചെയ്തു, പിന്നെ സണിയുടെ സ്പ്ലിറ്റ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തത് ഹ്യൂമിഡിറ്റിയെ ബേസ് ചെയ്താ. ഹ്യൂമിഡിറ്റിക്ക് 2 വാല്യൂ ആണ്, ഹൈയും നോർമലും ആണുള്ളത്. See, high and normal. Now you can see from this it's a split ചെയ്യുമ്പോൾ തന്നെ പ്യൂർ ക്ലാസ് ആണ്. All highs are no and all normals are yes. So വീണ്ടും നമ്മൾ ഇനി ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ ഡയറക്ട്ലി നമ്മൾ നോ ആയിട്ടും ക്ലാസിഫൈ ചെയ്യും, നോ ആയിട്ടും ക്ലാസിഫൈ ചെയ്യും, നോർമലിനെ യെസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യും. We just keep continuing in this way till we get this final decision tree. Okay. I hope you have understood. ചെയ്തു നോക്കണം. ഇത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് പരീക്ഷയ്ക്കാണ് വന്നത്. ഇതെല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നത്തെ പരീക്ഷകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് സ്പ്ലിറ്റ് കണ്ടുപിടിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രോസസ് അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്പ്ലിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സാധാരണ ചോദിക്കുന്നത്. സോ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദിക്കുക. Okay. So with this I am ending today's class. ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഇതിപ്പോ മനസ്സിലായില്ല, കഴിഞ്ഞ ക്ലാസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്ലീസ് ചെയ്തു നോക്കുക. The fourth module is very simple. പക്ഷേ നമ്മളത് ഓർത്തിരുന്ന് ഇത് ചെയ്ത് പരിചയമില്ലെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. താങ്ക് യു.